അങ്ങനെ മേഹോ പറയും, എനിക്ക് ഉറപ്പാണ് ഇത് എന്നെ അറിയുന്ന ആരോ ആണ് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് അവൻ്റെ ഫേസ് കാണാൻ പറ്റിയില്ലല്ലോ. ഈ ഹാക്കർ ഒരു പാർട്ട് ടൈം ജോലിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ ഫേസ് കാണാൻ പറ്റാത്തതിലുള്ള സങ്കടത്തിലാണ് എല്ലാവരും. മേഹോ പറയും, എനിക്കെന്തോ ഇതൊക്കെ കണ്ടിട്ട് ആകെ തല പെരുക്കുന്നു. ഇന്ന് കുടിക്കാതിരിക്കാൻ പറ്റില്ല. നെയ്, എനിക്കിന്ന് ലീവ് വേണം. അതിൽ നെയ് അതിനൊരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ അവൻ സങ്കടപ്പെട്ടുകൊണ്ട് പോകുകയാണ്. എന്നാൽ അവൻ നേരെ പോകുന്നത് ഈ ഹാക്കറിൻ്റെ അടുത്തോട്ട് തന്നെയാണ്. അവൻക്ക് ഹാക്കർ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അതിൽ മേഹോ പറയും, ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, നീയും ഇരിക്ക്, എനിക്കൊരു കമ്പനി താ. അതിൽ അവനും ഇരിക്കും. എന്നിട്ട് അവൻക്കൊരു കുപ്പിയൊക്കെ നീട്ടിയിട്ട്, ഇന്നാ കുടിക്ക്. അവൻ അത് വാങ്ങിക്കും. അങ്ങനെ അവർ ഒരുമിച്ച് കമ്പനി കൂടാണ്. അതിൽ മേഹോ പറയും, ബൈ ദ വേ താങ്ക് യു. എന്തിന്? നീ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനിപ്പോൾ സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ നീ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ നീ ഇപ്പോൾ തന്ന ഫുഡിൻ്റെ പകുതി പോലും ക്വാണ്ടിറ്റി ഉണ്ടാകാറില്ല. അതിൽ അവന് പറയും, നീ ഈ ഇടയായി നല്ല ക്ഷീണിക്കുന്നുണ്ട്. പണിയെടുത്ത് ക്ഷീണിച്ചതാവും. നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരുത്തൻ ഒരു പണി തന്നു, അത്രേ ഉള്ളൂ. അത് സാരമില്ല, അവൻക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് ഉള്ളിൽ ചെന്ന് സകല ശക്തിയും പുറത്തോട്ട് വരട്ടെ. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും മേഹു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാക്കറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവൻ പോകാൻ നിൽക്കുമ്പോൾ ഇവൻ ഇവിടെ കുടിച്ച് ഫിറ്റായി നിൽക്കുന്നത് കണ്ട് ഇവൻ്റെ അടുത്തോട്ട് വരും. മേഹോക്കാണെങ്കിൽ ബാലൻസ് ഒക്കെ പോയി വീഴാണ്. അതിൽ ഹാക്കർ അവനെ പിടിച്ച് നിർത്തിയിട്ട്, നിന്റെ വീട് എവിടെയാണ്, ഞാൻ കൊണ്ടാക്കാം. എൻ്റെ വീടോ? ബോയ്സ് ഹോസ്റ്റലിൽ. എത്ര റൂം നമ്പർ? ബോയ്സ് ഹോസ്റ്റലോ? അവിടെയല്ലല്ലോ, ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആയില്ലേ, പിന്നെ എങ്ങനെ അവിടെ ആകും എന്നൊക്കെ അവൻ പിച്ചും പയും പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ബോധം കെട്ട് വീഴും. അതിൽ ഹാക്കർ അവനെ ടേബിളിൽ തന്നെ കിടത്തിയിട്ട് അവൻ്റെ ലാപ്പ് എടുത്ത് എന്തൊക്കെയോ ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മേഹോ എഴുന്നേൽക്കുമ്പോൾ ഹാക്കർ അവനെ അവൻ്റെ റൂമിൽ കിടത്തിയിട്ടുണ്ടാകും. അവൻ കാവല് നിൽക്കുന്നുണ്ട്. ഞാൻ എവിടെയാ? റെസ്റ്റോറൻറ്റിൽ തന്നെയാ. ഇതെൻ്റെ റൂമാണ്. സോറി, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒന്ന് ഉഷാറായിട്ടുണ്ട്. നീ എൻ്റെ ഫുഡിൽ എന്തെങ്കിലും ചേർത്തിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കാണ്. അതിൽ അവൻ പെട്ടെന്ന് അവനെ ഒന്ന് നോക്കും. അയ്യോ, ഞാൻ ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്, നീ ഇത്ര വലിയ സീരിയസ് ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിൽ ഹാക്കർ ചോദിക്കും, നിൻ്റേത് നല്ല ഭാരം പിടിച്ച ജോലിയാണോ? പറയാനുണ്ടോ? എല്ലാ ദിവസവും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഒരേ ഒരു ഇരുത്തം ഇരിക്കണം. ഇരുന്ന് ഊരവേദനയും ഷോൾഡർ വേദനയും കണ്ണിന് സ്ട്രെയിനും. അതൊന്നും പറയാത്തതാ നല്ലത്. എന്തായാലും നിൻ്റെ കുക്കിങ്ങിനേക്കാളും ഇരട്ടി ഭാരമുണ്ട്. എന്നാൽ നിനക്കത് നിർത്തിക്കൂടെ? നോ വേ. എൻ്റെ കമ്പനി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുമിച്ച് തുടങ്ങിയതാ. പെട്ടെന്ന് ഞാൻ നിർത്തിപ്പോയാൽ അവർക്കൊക്കെ ഫീലാകും. നീ തന്നെയാണോ ആ കമ്പനിയിലെ എല്ലാ വർക്കും ചെയ്യുന്നത്? ഒരിക്കലുമല്ല, ഞങ്ങളെ നെയ്യാണ്. അവൻ ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഡബിൾ വർക്കാണ് എന്നും ചെയ്യുന്നത്. അത് കേട്ട് ഹാക്കർ, ഞങ്ങളെ നെയ്യോ? അതാരാ? ഞാൻ അന്ന് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, കാണാൻ നല്ല ഭംഗിയുള്ള. അവൻ്റെ ഗേൾ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഇരുന്നിരുന്നത്. എനിക്ക് ഓർമ്മയില്ല. അത് കേട്ട് മേഹോ ചിരിച്ചോണ്ട് പറയും, എങ്ങനെ ഓർക്കാനാ? ചിലപ്പോൾ എൻ്റെ ഭംഗി കൊണ്ട് അവനെ കാണാൻ പറ്റിയിട്ടുണ്ടാകില്ല. അതിൽ അവൻ പെട്ടെന്ന് ശരിയാ എന്ന് പറയും. അത് കേട്ട് മേഹോ തന്നെ ഷോക്കായിക്കൊണ്ട്, ശരിയോ? യെസ്, ശരിയാ. മേഹോ ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ ഭംഗിയൊക്കെ സമ്മതിച്ച് തരുന്നത്. എന്നിട്ട് അവൻ എഴുന്നേറ്റിട്ട് പറയും, എന്നാൽ ശരി, ഞാൻ പോകട്ടെ, ഒരുപാട് നേരമായി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. ഇവിടെ ഹാക്കർ അപ്പോഴും ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. രാത്രിയായി. നെയ് ജോലിയൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി വീട്ടിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻക്കൊരു കോള് വരും. അവൻ അത് അറ്റൻഡ് ചെയ്തതും, ഹായ് നെയ്ക്സിയോ, ഞാൻ നിൻ്റെ ഒരു ആരാധകനാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഓ, അപ്പോൾ നീയാണല്ലേ അത്? അതിൽ ഹാക്കർ പറയും, നിനക്ക് അതിശയമില്ലേ നിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയതിൽ? അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ നിൻ്റെ നമ്പർ എനിക്ക് കാണാതിരിക്കാൻ നീ എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും ഞാൻ അത് കണ്ടുപിടിക്കും. അങ്ങനെയാണോ? എന്നാൽ ഞാൻ നിനക്കൊരു അരമണിക്കൂർ സമയം തരും. എന്നാൽ നീ അത് കണ്ടുപിടിച്ചതാ. അത് കേട്ട് നെയ് ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവൻ അവൻ്റെ സീറ്റിൽ ഇരുന്ന് അതിനുള്ള കഠിന ശ്രമത്തിലാണ്. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് നെയ് കൂളായി ഇരുന്ന് ചായ കുടിക്കുന്നതാണ്. ഹാക്കർ വീണ്ടും അവൻക്ക് വിളിക്കും. നെയ് അറ്റൻഡ് ചെയ്യും. അതിൽ ഹാക്കർ പറയും, നീ തോറ്റല്ലേ? അരമണിക്കൂറെന്നും പറഞ്ഞിട്ട് ഞാൻ നിനക്ക് 1 മണിക്കൂർ സമയമാണ് തന്നത്. നിനക്കെൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നെയ് ആ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കും. അതിൽ അവൻ ചോദിക്കും, നീ ആ മൊബൈൽ കമ്പനി എങ്ങനെ ഹാക്ക് ചെയ്തോ? അല്ലാതെ നിനക്ക് എൻ്റെ നമ്പർ കിട്ടാൻ ഒരു വഴിയുമില്ല. മൊബൈൽ കമ്പനി ഒന്നും ഹാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും വന്നില്ല. ഞാൻ എന്നെ ഒരു അൺനോൺ നമ്പർ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിൻ്റെ നമ്പർ അവർ തന്നു. അവരെ കസ്റ്റമർ സർവീസ് ഇപ്പോൾ സൂപ്പറാണ്. നിനക്കെൻ്റെ നമ്പർ കിട്ടിയിട്ട് നീ പിന്നെ എന്താ എന്നെ വിളിച്ച് പറയാഞ്ഞത്? അതോ, നീ വിചാരിക്കണം നീ ജയിച്ചെന്ന്. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് നീ അറിയേണ്ടത് നീ ശരിക്കും തോറ്റതാണെന്ന്. എന്നാൽ നീ ഇനി ഒരു പന്തയത്തിനും കൂടെ ഉണ്ടോ? എന്നിട്ട് ഹാക്കർ പറയും, ഇതിൽ നീ ജയിച്ചാൽ 1 വർഷം ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യാം, അതും ഫ്രീ ആയിട്ട്. എനിക്കറിയാം നിനക്കിപ്പോൾ ജോലിക്കാരെ നല്ലോണം ആവശ്യമുള്ള സമയമാണെന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എല്ലാവരും കമ്പനിയിലോട്ട് വരുമ്പോൾ നെയ് അവിടെ ഓൾറെഡി നിൽക്കുന്നത് കണ്ടിട്ട്, ഹേ നെയ്, നീ ഇന്നലെ വീട്ടിൽ പോയില്ലേ?
ഇല്ല, ഞാൻ നല്ലോണം ലേറ്റായി, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നത്. പിന്നെ നമ്മുടെ കമ്പനിയിലോട്ട് പുതിയ ഒരാൾ കൂടി വരുന്നുണ്ട്. മെയ്ഹോ, നിനക്കറിയാവുന്ന ഒരാളാണ് കേട്ടോ. അതിൽ അവൻ സംശയത്തോടെ, എനിക്കറിയാവുന്ന ആളോ? ആരാ അത്? വല്ല കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റുമാണോ? ബോയോ ഗേളോ? അങ്ങനെ അവൻ ഓരോ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നെയ് പറയും, നിന്റെ വാൾപേപ്പർ മാറ്റിയ അവൻ തന്നെ. അതിൽ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് നെയ് അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം മെയ്ഹോൻ്റെ ഹാക്കർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചല്ലേ? അവന് വലിയൊരു ഹാക്കർ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് എന്താ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അവന് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? പിന്നെ എന്നാലും എന്തായിരിക്കും അവൻ നമ്മളടുത്തോട്ട് തന്നെ വരാൻ തീരുമാനിച്ചത്? അവൻ ഇനിയും നമുക്കിട്ടെന്തെങ്കിലും പണിയൊക്കെ തരാനാണോ? അങ്ങനെ അവർ ഓരോന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മെയ്ഹോ ബാത്റൂമിലെ മോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് പറയും, അവൻ ഇങ്ങോട്ട് കാല് വെക്കുന്നതും ആദ്യത്തെ അടി എൻ്റെ വക എന്നും പറഞ്ഞ് അവൻ ദേഷ്യം കടിച്ചമർത്തി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവൻ വരുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരാരും ഹാക്കറിനെ കണ്ടിട്ടില്ലല്ലോ. അതിൽ അവൻ എത്തും. അവനെ കണ്ട മെയ്ഹോ, നീയോ? നീ എന്താ ഇവിടെ? ആരേലും വല്ല ഫുഡും ഓർഡർ ചെയ്തോ? എന്നാൽ അവൻ അതൊന്നും കൂസലാക്കാതെ നേരെ നെയ്യിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കും. അതിൽ നെയ് ചോദിക്കും, അപ്പോൾ നീയാണല്ലാതെ? അതെ, അത് ഞാനാണ്. നമ്മുടെ എഗ്രിമെൻ്റ് പ്രകാരം ഇന്ന് തൊട്ട് 1 വർഷത്തേക്ക് ഞാൻ നിൻ്റെ പണിക്കാരനാകും, അതും ഫ്രീ ആയിട്ട്. നീ ഫ്രീ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നെയ് അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, വെൽക്കം ടു ഷീ ടെക്. ഞാൻ നിന്നെ എന്ത് വിളിക്കണം? അതിൽ അവൻ അവൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നെയ് അവനെ കൈ കൊടുത്ത് സ്വീകരിക്കാണ്. അതിൽ ഒരു ഫ്രണ്ട് അവൻ്റെ പേര് കേട്ടിട്ട്, ഞാനിതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഓ, നീയല്ലേ അത് 2011 ആ ഇൻസിഡൻറ്റിലെ ആ സൂപ്പർ ഡ്യൂപ്പർ ഹാക്കർ? അതിലെല്ലാവരും ഷോക്കായിക്കൊണ്ട്, ഓ അതോ? അതൊക്കെ കേട്ടിട്ട് മെയ്ഹോ ആകെ ഷോക്കായി നോക്കി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ വാക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം എന്നാണ്. സോ വാക്ക് പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ നെയ് പറയും, എന്നാൽ അതൊക്കെ മെയ്ഹോ തീരുമാനിച്ചോളാം. എന്നിട്ട് മെയ്ഹോനോട് പറയും, ഞാൻ ഇവനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മെയ്ഹോ അവൻ്റെ സീറ്റൊക്കെ കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഇടയിൽ ഹാക്കർ ചോദിക്കും, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എനിക്ക് നന്നായി ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ മാറി. ഇപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലിഡാണ്. ഇന്നലെ വരെ ഞാൻ കണ്ട കുക്ക് ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ഒരു ഫേമസ് ഹാക്കറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വോ! പക്ഷേ എനിക്ക് നിന്നോട് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. എന്താ അത്? എൻ്റെ വാൾപേപ്പർ മാറ്റിയത്. ഞാൻ വളരെ അധികം ആരാധിക്കുന്ന അവളെ തന്നെ നീ മാറ്റി. അവളെ കാണാൻ ഒരു ഭംഗിയുമില്ല. ഭംഗിയില്ലെന്നോ? നീ വേണമെങ്കിൽ എന്നെ എന്തും പറഞ്ഞോ, പക്ഷെ അവളെ എങ്ങാനും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അയ്യോ, അതിലും വലിയൊരു പ്രശ്നമുണ്ട്. നിൻ്റെ ജോലി ഇവിടെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ എങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവൻ നിലവിളിക്കണം. ഇനി ഗെയിമിൽ ഇവിടെ നെയ്യിൻ്റെയും വേവിൻ്റെയും പെറ്റിൻ്റെ കല്യാണമാണ്. അവരെ തമ്മിൽ കല്യാണമൊക്കെ കഴിപ്പിക്കുകയാണ്. അങ്ങനെ അവർ മാരേജ് സർട്ടിഫിക്കറ്റിലൊക്കെ സൈൻ ചെയ്യും. അത് കണ്ട് വേവെ സന്തോഷം കൊണ്ട് കൈയടിക്കാനൊക്കെ തുടങ്ങും. അതൊക്കെ കഴിഞ്ഞ് വേവെ പറയും, നെയ്, ഇനി നീ നിൻ്റെ ജോലി ചെയ്തോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കേ. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് അവരെ കളിക്കാനൊക്കെ വിട്ട് അതും നോക്കി നിൽക്കുകയാണ്. നെയ് അവൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേവയ്ക്ക് ബോറടിക്കാൻ തുടങ്ങും. അതിൽ അവൾ വിചാരിക്കും, ഞാനിപ്പോൾ എന്ത് ചെയ്താലും നെയ് കാണാൻ ചാൻസ് ഇല്ല എന്നും വിചാരിച്ച് അവൾ അതിൽ ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവൾ തന്നെ അതും കണ്ട് ചിരിക്കുകയാണ്. എന്നാൽ നെയ് വെറുതെ വർക്കിൻ്റെ ഇടയിൽ ലാപ്പ് ഒന്ന് നോക്കിയപ്പോൾ അവനും അത് കണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വേവേൻ്റെ സാലറി കിട്ടി. അവൾ നേരെ അതും കൊണ്ട് ഫോൺ വാങ്ങിക്കാൻ പോകും. നെയ്യിൻ്റെ ഫോൺ തന്നെ തപ്പിപ്പിടിച്ച് അത് കാണിച്ചു കൊടുക്കും. അതിൽ സെയിൽസ് ഗേൾ ചോദിക്കും, ഏത് കളറാണ് വേണ്ടത്? അതിൽ വേവെ മനസ്സിൽ പറയും, നെയ്യിൻ്റെത് ഗോൾഡ് കളറാണ്, അപ്പോൾ എനിക്കും ഗോൾഡ് തന്നെ മതി. എന്നിട്ട് അവൾ ഗോൾഡ് തന്നെ വാങ്ങിക്കും. അങ്ങനെ ഫോണൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴി അവൾ വിചാരിക്കും, അങ്ങനെ ഫോണായി, ഇനി പേടിക്കാതെ നെയ്യിനോട് സംസാരിക്കാം. ഇനി നെയ് എങ്ങാനും മനസ്സിലാക്കുമോ അവൻ്റെ സെയിം ഫോൺ തന്നെ ഞാൻ വാങ്ങിച്ചു എന്ന്? ഇനി അഥവാ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അത് അങ്ങനെ ആയിപ്പോയതാന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ആലോചിച്ച് അവൾ തുള്ളിച്ചാടി പോകുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി അവൾ അങ്ങനെ നടന്നു പോകുകയാണ്. അതിൽ അവൾ ഫോൺ എടുത്ത് വിചാരിക്കും, നെയ്ക്കൊരു മെസ്സേജ് അയച്ചാലോ? എന്താ ഇപ്പോൾ അയക്കുക? നെയ്നെ ഒന്ന് പറ്റിച്ച് നോക്കിയാലോ? അങ്ങനെ ആർക്കും അവനെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. എന്നാൽ ഞാനും ഒന്ന് നോക്കിയാലോ എന്നും വിചാരിച്ച് അവൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. കൺഗ്രാറ്റുലേഷൻസ്, ഗ്യൂസ് ഗ്രൂപ്പിൻ്റെ 20ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചുള്ള നറുക്കെടുപ്പിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിന് 3rd പ്രൈസായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് അടിച്ചിട്ടുണ്ട്. അത് കിട്ടാൻ നിങ്ങൾ ആദ്യം ഷിപ്പിംഗ് ചാർജും ടാക്സുമായിട്ടുള്ള 10,000 രൂപ അയച്ചു തരണം എന്നൊക്കെ ടൈപ്പ് ചെയ്ത് അവൾ ചിരിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയും, താങ്ക്സ് എറിക്സി, നീ ഇങ്ങനെ ഓരോ മെസ്സേജ് കാണിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തി പിന്നാലെ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരത്തിൽപ്പെട്ടു. എന്നിട്ട് അവൾ ഒന്നുകൂടെ വിശ്വാസം വരുത്താൻ വേണ്ടി അവളുടെ കാർഡ് നമ്പറും കൂടെ വെച്ചു കൊടുക്കും. ആർക്കും പറ്റിക്കാൻ പറ്റാത്ത മിസ്റ്റർ നെയ്നെ ഞാൻ പറ്റിക്കും. ഇത് കണ്ട് അവൻ സ്കാം ആണെന്ന് വിചാരിച്ച് അത് ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ അവൾ പറഞ്ഞ് ത്രില്ലടിച്ച് ചാടിക്കളിക്കുകയാണ്. എന്നാൽ ഓഫീസിൽ നെയ് ഫോണും വെച്ച് അവൻ എവിടെയോ പോയിട്ടുണ്ട്.
ഇവളെ മെസ്സേജൊന്നും നെയ് കണ്ടിട്ടില്ല. അങ്ങനെ വേവേ വീട്ടിലെത്തി അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ നെയ്ക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാകുമോ? അവൻ എന്താകും ചെയ്തിരിക്കുക? മിക്കവാറും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അടുത്തതായി കാണിക്കുന്നത് ഫോണും കൊണ്ട് വേവേ സ്പീഡിൽ റൂമിലോട്ട് വരുന്നതാണ്. എന്നിട്ട് നെയ്ക്ക് ഫോൺ ചെയ്തിട്ട് ദേഷ്യത്തോട് പറയും, ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിരുന്നു, നീ എന്നെ ഇഗ്നോർ ചെയ്തല്ലേ? മെസ്സേജോ? അതെ, എൻ്റെ പുതിയ ഫോണിൽ നിന്ന്. നീ അത് ഡിലീറ്റ് ചെയ്തല്ലേ? വേവേ സോറി, ഞാനത് സ്കാമാണെന്ന് വിചാരിച്ചു ഡിലീറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായില്ല നീയാണതെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് നിന്നെ പറ്റിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിക്കണം. എന്നാൽ ആക്ച്വലി ആ സീന് വേവേ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുന്നതാണ്. അവൾ അതും ഓർത്ത് ചിരിക്കുന്നത് കണ്ട് അപ്പനും അമ്മയും അന്തം വിട്ട് നോക്കുകയാണ്. അതിൽ അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ബാക്കി ഫുഡും കഴിച്ചിരിക്കും. അതിൽ പെട്ടെന്ന് വേവേൻ്റെ ഫോണിൽ മെസ്സേജ് വരും. അവൾ ആ സൗണ്ട് കേട്ടതും ഓടിപ്പോയി അത് ചെക്ക് ചെയ്യാണ്. അത് ബാങ്കിൽ നിന്നും വന്ന മെസ്സേജാണ്. അവളുടെ അക്കൗണ്ടിലോട്ട് ഒരു 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ട് അവൾ ഷോക്കാകും. എന്നിട്ട് അന്തം വിട്ട് നിൽക്കുന്ന അപ്പനോടും അമ്മയോടും എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അവൾ റൂമിലോട്ട് ഓടും. എന്നിട്ട് നെയ്ക്ക് വിളിക്കും, നീ ശരിക്കും ക്യാഷ് അയച്ചോ? ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ? വേവേ എനിക്ക് മനസ്സിലായിരുന്നു അത് നീ തന്നെയാണെന്ന്. അതിൽ അവൾ അത്ഭുതത്തോടെ, നിനക്കെങ്ങനെ അത് മനസ്സിലായി? ഞാൻ നിൻ്റെ നമ്പറിൻ്റെ ലൊക്കേഷൻ നോക്കിയിരുന്നു, അപ്പോൾ മനസ്സിലായി. നീ ഇങ്ങനെ വരുന്ന സ്കാം മെസ്സേജിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കാറുണ്ടോ? എല്ലാത്തിൻ്റെയും ഒന്നും നോക്കാറില്ല, പക്ഷെ നീ തന്ന കാർഡ് നമ്പർ എനിക്ക് എവിടെയോ പരിചയമുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. അതിൽ അവൾ അത്ഭുതത്തോടെ, അന്ന് നീ എൻ്റെ കാർഡ് നമ്പർ വെറും ഒറ്റ തവണയായിരിക്കും കണ്ടിട്ടുണ്ടാകുക. അപ്പോഴേക്കും അത് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ അത് ഞാനാണെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ അതിലോട്ട് ക്യാഷ് അയച്ചത്? അതിൽ നെയ് പറയും, അതോ നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു. അത് കേട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അതിൽ നെയ് അവളെ കാക്ടസ് നോക്കിയിട്ട് പറയും, വേവേ നീ തന്ന കാക്ടസ് ചെടി വരെ പൂവിട്ടു, നിനക്ക് അത് കാണണ്ടേ? എനിക്ക് നിന്നെയും കാണണം. അതൊക്കെ കേട്ട് അവൾ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അങ്ങനെ വേവേ പോകാൻ തീരുമാനിച്ചു. അമ്മ അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീ വന്നിട്ട് ആകെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും പോകാണോ എന്നൊക്കെ പറഞ്ഞ് അമ്മ സെൻറ്റി അടിക്കുന്നുണ്ട്. നീ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു അമ്മേ, ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. അത് നല്ല കമ്പനി തന്നെയാണോ മോളെ? പിന്നെ അല്ലാതെ നല്ല ബെസ്റ്റ് കമ്പനിയാ. അത് കേട്ട് അമ്മക്ക് കുറച്ച് ആശ്വാസമായി. എന്നിട്ട് നീ എവിടെയാണ് താമസിക്കുന്നത്? കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണോ? അതിൽ അപ്പം വന്നിട്ട് പറയും, വേവേ നിനക്കൊരു കൊറിയറുണ്ട്. എന്നിട്ട് അവൾക്കൊരു പാക്കറ്റ് കൊടുക്കുകയാണ്. അവൾ അത് തുറന്നിട്ട് ഒരു കീ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് താമസിക്കാൻ സ്ഥലമായി. ഇത് ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്, ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെയാണ് ഇനി എൻ്റെ താമസം. അതിൽ അച്ഛൻ ആദ്യോടുകൂടി, എന്ത് നീ വേറൊരാളുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കേ? അതിൽ അമ്മ പറയും, അവരുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിച്ചാൽ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ലിങ്ങിൻ്റെ ഫാമിലി അല്ലേ, നോ പ്രോബ്ലം. പിന്നെ ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണല്ലോ, എനിക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യം ആലോചിച്ച് അപ്പനും അമ്മയും ടെൻഷനാകണ്ട. വേവേ ഇപ്പോൾ നല്ല ചൂടാണ്, ഒരുപാട് നേരം ഒന്നും വർക്ക് ചെയ്യരുത് കേട്ടോ. നിൻ്റെ ശരീരം നല്ല നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ അറിയിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കണേ. അച്ഛനും അമ്മയും സെൻറ്റി അടിക്കുന്നത് കണ്ടിട്ട് അവൾ പറയും, എന്താ ഇത്? അതൊക്കെ എനിക്കറിയാമല്ലോ, വെറുതെ സെൻറ്റി അടിച്ച് എന്നെയും കൂടി കരയിപ്പിക്കല്ലേ, മതി മതി ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് അവരെയും കോർത്ത് പിടിച്ചുകൊണ്ട് അവൾ നടക്കുകയാണ്. അതിൽ അച്ഛൻ പറയും, നിൻ്റെ കമ്പനി ഏതായാലും നല്ല ഉഗ്രൻ കമ്പനിയാണെന്ന് തോന്നുന്നു, ഇൻറ്റേൺസിന് വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ വേവേ അതെ അതെ എന്നൊക്കെ പറഞ്ഞ് ഒരു കള്ള ചിരിച്ചിരിക്കുകയാണ്. അങ്ങനെ വേവേ വീണ്ടും എത്തി. അവൾ നേരെ ടാക്സിയും പിടിച്ച് വരുന്നത് നെയ്യിൻ്റെ കമ്പനിയിലോട്ടാണ്. അവൾ നെയ്യിനോട് പറഞ്ഞിട്ടില്ല, ഭയങ്കര സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ അവൾ ഭയങ്കര ത്രില്ലിൽ ഉള്ളിലോട്ട് കയറി ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയതും ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ആകെ ടെൻഷനാകും. എന്നിട്ട് അവൾ അവളെ ലഗേജും വലിച്ചുകൊണ്ട് സ്റ്റെയർസിലൂടെ മുകളിലോട്ട് കയറും. അങ്ങനെ അവൾ അവിടെ എത്തി ആശ്വസിച്ച് നിൽക്കുമ്പോൾ ലിഫ്റ്റ് വരുന്ന സൗണ്ട് കേട്ട് അവൾ ഷോക്കായിക്കൊണ്ട് നോക്കുകയാണ്. എന്നാൽ ലിഫ്റ്റ് തുറന്ന് വരുന്നത് നമ്മുടെ ഫ്രാങ്ക്ടൺ ടെക് പ്രസിഡൻറ്റിൻ്റെ വൈഫാണ്. ഫ്രണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവൻ വേവേനെ കണ്ട് ഒന്ന് സ്റ്റക്കാകും. എന്നിട്ട് പെട്ടെന്ന് പ്രസിഡൻറ്റിൻ്റെ വൈഫിൻ്റെ അടുത്തോട്ട് പോകും. വേവ ഇവിടെ ആകെ ചമ്മി നാറി നിൽക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട് അവരോട് സംസാരിക്കുകയാണ്, മിസ്റ്റർ നെയ് നിങ്ങളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവനക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വന്ന്. അതാട്ടോ. അതൊന്നും സാരമില്ല, നിങ്ങളുടെ ഡെമോൻ്റെ സൗണ്ട് ട്രാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് എന്നൊക്കെ പറഞ്ഞ് അവർ ഫോർമൽ ടോക്കിലാണ്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? നെയ് എന്നോട് പറഞ്ഞത് ഇന്ന് അവൻ മാത്രമേ ഉണ്ടാകൂ എന്നല്ലേ? അതല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് തീരുമാനിച്ച്. അയ്യേ ഇപ്പോൾ ആകെ നാറി, മെല്ലെ ഇവിടുന്ന് തടി ഊരിയാലോ എന്നൊക്കെ വിചാരിച്ച് അവൾ പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർ വേവേനെ കണ്ട് ചോദിക്കും, ഇതാരാ? നിങ്ങളെ കമ്പനി സ്റ്റാഫ് തന്നെയാണോ? അതിൽ ഫ്രണ്ട് പറയും, ഓ ഇവരോ? അല്ല, ഇവർ എൻ്റെ കൊളീഗിൻ്റെ വൈഫാണ്. അതിൽ വേവേ വിചാരിക്കും, എനിക്കെന്തോ എൻ്റെ കള്ളത്തരം പിടിച്ച പോലെയൊക്കെ ഒരു ഫീലിങ്സ്. അതിൽ ഫ്രണ്ട് ഗസ്റ്റിനെ ഉള്ളിലോട്ട് ക്ഷണിക്കും. അവരങ്ങനെ പോകുകയാണ്. അതിൽ അവൻ വേവേനോടും വരാൻ വേണ്ടി ആംഗ്യം കാട്ടും. അങ്ങനെ അവളും ചമ്മിക്കൊണ്ട് ഉള്ളിലോട്ട് വരും.
ഇതാണ് നെയ്ൻ്റെ ഓഫീസ് എന്നും പറഞ്ഞ് അവരെ ഫ്രണ്ടിൽ നടത്തി അവൻ പതിയെ റിവേഴ്സിൽ വന്ന് വേവേനോട് സ്വകാര്യമായി ചോദിക്കും, മിസ് വേവേ, നീ എന്താ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതും മറ്റുമാണോ? എന്തായാലും നിന്റെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട് എന്നും പറഞ്ഞ് അവളെ കളിയാക്കാണ്. അതും കൂടി കേട്ടപ്പോൾ അവൾ ആകെ ഉരുകി തീർന്ന്. അങ്ങനെ നെയ് അവൻ്റെ ഓഫീസിൽ നിന്നും പുറത്തു വരും. വേവേനെ കണ്ട് അവനൊന്ന് ഞെട്ടും. അവൾ ദയനീയമായി നോക്കി നിൽക്കണം. അവളെ സർപ്രൈസൊക്കെ ആകെ ചീറ്റിപ്പോയില്ലേ. എന്നാൽ നെയ് നേരെ പോകുന്നത് ഗസ്റ്റിനെ സ്വീകരിക്കാനാണ്. അവനങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് നിൽക്കണേ. അതിൽ ഫ്രണ്ട് പറയും, മാഡം, ഞങ്ങളുടെ സ്റ്റുഡിയോ അപ്പുറത്താണ്, നമുക്കെന്നാൽ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടാലോ? അങ്ങനെ ഫ്രണ്ടും ഗസ്റ്റും കൂടി അങ്ങോട്ട് പോകും. എന്നാൽ നെയ് നേരെ വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഗൗരവത്തിൽ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അവളെ ലഗേജും വലിച്ച് ഫ്രണ്ടിൽ പോകും. അവൾ ബാക്കിലും നടക്കും. അതിൽ അവൾ വിചാരിക്കും, എന്നെ കണ്ടിട്ട് അവൻക്ക് ഒരു പ്രത്യേക ഫീലൊന്നുമില്ലല്ലോ, ഷോക്ക് പോയിട്ട് ഒന്നും ആയില്ല, അവൻ ധൃതിയിലാണ് നടക്കുന്നത്. എന്നെ വേഗം സെറ്റിൽ ചെയ്തിട്ട് ഗസ്റ്റിൻ്റെ അടുത്തോട്ട് ഓടാനാകും. അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ എന്തെങ്കിലും ഒരു 2 വാക്ക് എന്നോടൊരു സന്തോഷത്തോടെ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. അതിൽ അവൾ ഉള്ളിലെത്തിയതും നെയ് പെട്ടെന്ന് ഡോർ അടച്ച് അവളെ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് കിസ് ചെയ്യും. അവൾ ആകെ ഷോക്കാകും. അവൻ അങ്ങനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഫ്രണ്ട് പുറത്തു നിന്നും വിളിച്ചു പറയും, ഗസ്റ്റ് കുറച്ചു നേരമായിട്ടോ നെയ് വെയിറ്റ് ചെയ്യുന്നു? അത് കേട്ട് വേവെ കുതറി മാറാൻ നോക്കും. എന്നാൽ നെയ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഡീപ്പ് കിസ്സിങ്ങിലാണ്. അത് കഴിഞ്ഞ് അവൻ പറയും, ഞാൻ പെട്ടെന്ന് വരാം, നീ ഇവിടെ നിൽക്ക്. എന്നിട്ട് അവളെ കയ്യിലും ഒരു കിസ് കൊടുത്തിട്ട് അവൻ പോകും. എന്നാൽ വേവെ ഷോക്കായി ആ നിർത്തം നിൽക്കുക തന്നെയാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് അവളെ കൈയൊക്കെ നോക്കിയിട്ട്, നെയ് എന്നോട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ബാക്കി കിസ്സിങ്ങിനാണോ? അയ്യോ വേണ്ട, പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. എന്നിട്ട് അവളെ ലഗേജൊക്കെ പൊക്കിയെടുക്കും, സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് മെല്ലെ സ്കൂട്ടാകും. എന്നിട്ട് അവൾ പുറത്തെത്തിയിട്ട് ഒന്നുകൂടി ആലോചിക്കും, ഇങ്ങനെ പോയാൽ നെയ് വഴക്ക് പറയുമോ, പോകണോ പോകണ്ടേ എന്നൊക്കെ ആലോചിച്ച് ആകെ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അതിൽ പെട്ടെന്ന് ലിഫ്റ്റിൽ നിന്നും ഒരു ഫുഡ് ഡെലിവറി ബോയ് വന്നിട്ട്, നിങ്ങളാണോ മിസ് വേവേ? നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തതിൽ നന്ദി എന്നൊക്കെ പറയും. അത് കേട്ട് അവൾ വിചാരിക്കും, നെയ് ഓർഡർ ചെയ്തതാകുമോ എനിക്ക് വേണ്ടി? എന്നിട്ട് അവൾ ക്യാഷ് എടുത്തു കൊടുക്കും. അതിൽ അവൻ പറയും, ചേഞ്ച് ഇല്ലേ മാം, എൻ്റെ കയ്യിലും ചേഞ്ച് ഇല്ല, നമുക്കെന്നാൽ നിങ്ങളുടെ കൊളീഗ്സിനോട് ചേഞ്ച് ചോദിച്ചാലോ? അതിൽ പെട്ടെന്ന് വേവയ്ക്ക് ഒരു ഐഡിയ തോന്നും. എന്നിട്ട് അവൾ അവനോട് പറയും, എന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ചില്ലറാക്കിയാലോ? അതാ നല്ലത്. അത് കേട്ട് അവൻ, ഫുഡ് ഡെലിവറി ചെയ്തിട്ട് ചില്ലറയ്ക്ക് വേണ്ടി റെസ്റ്റോറൻറ്റ് വരെ പോകേ? ഓ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോകാം, ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കുറിപ്പ് എഴുതിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ ഉള്ളിലോട്ട് തന്നെ പോകും. അതൊക്കെ കണ്ടിട്ട് ഡെലിവറി ബോയ്ക്ക് ആകെ വട്ട് പിടിക്കണേ. അങ്ങനെ നെയ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തു വരും. പ്രസിഡന്റിൻ്റെ വൈഫ് അവരെ വർക്കിന് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ അവർ കൈയൊക്കെ കൊടുത്തു പോകും. അവർ പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ചോദിക്കും, അവൻ്റെ ഓഫീസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ അതിനുള്ളിലെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നെയ് അവൻ്റെ ഓഫീസിലോട്ട് വന്ന് നോക്കുമ്പോൾ വേവേനെ കാണുന്നില്ല. അവൻ ചുറ്റും നോക്കും. എന്നിട്ട് അവൻ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ അവളുടെ കുറിപ്പ് കിട്ടി. ഫുഡ് വാങ്ങിച്ച് തന്നതിൽ താങ്ക്സ്, പക്ഷേ എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി ചേഞ്ച് ആക്കാമെന്ന് തീരുമാനിച്ചു. അത് കണ്ട് നെയ് പറയും, നീ പേടിച്ച് ഓടിപ്പോയതും പോരാ, എന്നിട്ട് അതിനൊരു പീർ എക്സ്ക്യൂസും. എന്നിട്ട് വേവയ്ക്ക് കോൾ ചെയ്യും. വേവ അവൻ്റെ നമ്പർ കണ്ടിട്ട് മടിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ, എന്തേ, നീ എവിടെയാ? ഞാൻ ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, സോ ഹോസ്റ്റൽ തുറക്കുന്നത് വരെ ഇവിടെ നിൽക്കാനാ പ്ലാന്. അഡ്രസ്സ് പറയേ. നിനക്ക് വരാനാണോ? കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടില്ല, ഫുള്ള് പൊടിയാണ്. അത് കേട്ട് അവൻ പറയും, ഞാനും കൂടിക്കോളാം. അയ്യോ വേണ്ട, നീ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരാളല്ലേ, നിന്നെയൊക്കെ ജോലിക്കെടുക്കാൻ എനിക്ക് പറ്റില്ല. അതിൽ അവൻ ചോദിക്കും, വേവേ നിനക്ക് എന്നെ കാണുന്നത് നാണമാണോ? അത് കേട്ട് വേവേ ഒന്ന് സ്റ്റക്ക് ആയിക്കൊണ്ട് ഫുൾ അഡ്രസ്സ് അങ്ങ് പറഞ്ഞു കൊടുക്കും. പിന്നെ വരുമ്പോൾ 2 ബോട്ടിൽ ജ്യൂസും കൂടി വാങ്ങിക്കാൻ മറക്കണ്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അതൊക്കെ കേട്ട് നെയ് ചിരിക്കുകയാണ്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നെയ് വരും. അവൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് നെയ് വന്നതും അവൻ്റെ തലയിലോട്ട് അതങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് അവനെ ഉന്തി കൊണ്ടുപോകുകയാണ്. വേഗം പോയി കിച്ചണ് ക്ലീനാക്ക്. എന്നിട്ട് അവിടെ എത്തിയിട്ട് പറയും, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ പുറത്ത് വരാവൂ എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഒരു തുണിയൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് ജ്യൂസ് കവറൊക്കെ വാങ്ങിച്ചിട്ട് താങ്ക് യു എന്നും പറഞ്ഞ് അവൾ ഓടും. അവൻ അങ്ങനെ ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കി. വേവ ഇപ്പോൾ അവളെ ചമ്മലൊക്കെ മാറ്റാൻ വേണ്ടി കാട്ടിക്കുട്ടിയതൊക്കെ ഓർത്ത് ചിരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് 17 കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.